യേശുവിൽ പ്രിയരെ, മനോഹരമായ ഒരു കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ധ്യാന വിചിന്തനം. സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും വലിയവനാണ് സ്നാപക യോഹന്നാൻ എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മുടെ ധ്യാന വിചിന്തനം. എന്തുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞ് ഇത്രമേൽ വിലപ്പെട്ടവനായി മാറാൻ കാരണം? ഒന്നാമതായിട്ട്, ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ട വളരെ മനോഹരമായൊരു ചിന്ത ഇതാണ്. നല്ല ഒരുക്കമുള്ള, ദൈവഭക്തിയുള്ള, ദൈവപ്രമാണങ്ങളെ വള്ളിപുള്ളി തെറ്റിക്കാതെ നീതിയിൽ വിശുദ്ധിയിൽ ജീവിച്ച ഒരപ്പൻ്റെയും അമ്മയുടെയും കുഞ്ഞായിരുന്നു യോഹന്നാൻ എന്നുള്ളതാണ് അവനെ ഏറ്റവും വലിപ്പമുള്ളവനാക്കി തീർക്കാനുള്ള ഒന്നാമത്തെ കാരണം. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നവരാണ്. കുറേ മനുഷ്യർ, നല്ല ഒരുക്കത്തോടെ. പക്ഷെ ഒത്തിരി പേര് ഒരു കുഞ്ഞിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് ഈ സുവിശേഷത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്, നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണമെങ്കിൽ നല്ല ഒരുക്കമുണ്ടാകണം. വെറുതെ ഒരു ഒരുക്കമൊന്നും ആയിരുന്നില്ലല്ലോ അത്. ദീർഘനാളും നാണം കെട്ട ഒരു ഒരുക്കമായിരുന്നു. ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സക്രിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രമായിരുന്നു, സങ്കടങ്ങളായിരുന്നു, നാണക്കേടുകളായിരുന്നു. പക്ഷേ അതിൻ്റെ മധ്യത്തിലും ദൈവപ്രമാണങ്ങളെ തെറ്റിക്കാതെ ദൈവിക നീതിയോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിച്ചു തീർത്ത 2 ജീവിതങ്ങൾക്ക് സമ്മാനം കൊടുത്ത, വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത സമ്മാനത്തിൻ്റെ പേരാണ് യോഹന്നാൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് നല്ല ഒരുക്കമുണ്ടാകട്ടെ. അത് ജനിച്ചതിന് ശേഷവും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. പ്രതിസന്ധികളേറെയുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മുഴുവനായിട്ടും. എങ്കിലും ദൈവപ്രമാണങ്ങളെ അനുസരിക്കാനുള്ള ഒരു ഒരുക്കം, ഒരു ആത്മീയതയുടെ ഉണർവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ല ജന്മം കൊടുക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മക്കളാക്കി വളർത്താനൊക്കെ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ക്രിസ്തുമസ് ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പടി കൂടി മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ബോധ്യങ്ങൾ കൊടുക്കാൻ കഴിയട്ടെ, നല്ല വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയട്ടെ, നല്ല മൂല്യങ്ങളിൽ അവരെ വളർത്താനായിട്ട് കഴിയട്ടെ. അപ്പോഴും നല്ല കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമതായിട്ട്, ഈ കുഞ്ഞിൻ്റെ ജനനം, ഈ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞ് ദൈവത്തിൻ്റെ കരുണ ഇവരുടെ മേൽ ഉണ്ടായി എന്നറിഞ്ഞ് അയൽവക്കക്കാരും ബന്ധുജനങ്ങളും ഇവരെ ഓർത്ത് സന്തോഷിച്ചു എന്നാണ് സുവിശേഷത്തിൻ്റെ ധ്യാനം. നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ ഒരു മനുഷ്യന് കരുണ ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ആർക്കെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൽ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സങ്കടങ്ങളാണ്. എന്തുകൊണ്ട് ദൈവം അവർക്ക് ഒത്തിരി കരുണ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിന് നല്ല വിജയം കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒത്തിരി സമ്പത്ത് കൊടുക്കുന്നു, ആ കുടുംബത്തിൽ അകാലത്തിൽ കുഞ്ഞിനെ ഈശോ സമ്മാനിച്ചു കൊടുക്കുന്നു, നല്ല അനുഗ്രഹമുള്ള കുടുംബമാണല്ലോ എന്നോർത്ത് നമുക്കൊക്കെ സങ്കടങ്ങളാണ് പലപ്പോഴും, അല്ലേ? പക്ഷേ ഈ മാതാപിതാക്കളുടെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ പ്രത്യേകത എന്താ? ഈ കുഞ്ഞുണ്ടായി എന്നറിഞ്ഞ് ആ കുഞ്ഞിനെ ഓർത്ത് ഈ മാതാപിതാക്കളോടൊപ്പം ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന അയൽവക്കക്കാരും ബന്ധുജനങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് ഈ കുഞ്ഞിൻ്റെ ജനനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. കാരണം എന്താണ്? ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ കരുണയാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ദൈവത്തിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കാനായിട്ട് കഴിയുക. അല്ലായെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്വാർത്ഥതയുടെ ലോകത്താണ്. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, കുടുംബം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര അസൂയയാണ്. അങ്ങനെ അവരെ സ്നേഹിക്കാനും കഴിയുന്നില്ല. പിന്നെ അവരെങ്ങനെ തകർക്കണം നോക്കും, അവരുടെ തിന്മയുടെ നാമങ്ങൾ നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കും, അവരെ കളിയാക്കിക്കൊണ്ടിരിക്കും, അവരെ പരാതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ, അല്ലേ? സക്രിയായും എലിസബത്തും വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവരെ കളിയാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് അവർക്കുണ്ടായ ദൈവത്തിൻ്റെ കരുണയോർത്ത് സന്തോഷിക്കാൻ ഒത്തിരി പേര് വന്നെന്നാണ് പറഞ്ഞത്. നമ്മുടെ അയൽവക്കത്തേക്കൊന്ന് ചെന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കൊന്ന് ചെന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ചെന്ന് അവരൊന്ന് അഭിനന്ദിക്കുവാൻ, നല്ലതായിരിക്കുന്നു എന്ന് പറയാൻ, അവരോടൊപ്പം ഒന്ന് സന്തോഷിക്കുവാൻ, അവരോടൊപ്പം ആനന്ദിക്കുവാൻ നമുക്ക് കഴിയുക സ്വർഗത്തോളം ഉന്നതമായ ആത്മാവ് നമുക്കുണ്ടാകുമ്പോഴാണ്. സ്വർഗത്തോളം ഉന്നതമായ ആത്മാവുള്ളവർക്ക് മറ്റുള്ളവരിലേക്ക്, സന്തോഷങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥതയുടെ ആത്മാവാണ്,
നമ്മുടേതെന്ന് പറയുന്ന ചുറ്റുവട്ടത്ത് മാത്രം നിൽക്കുന്ന ആത്മാവാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ നമ്മുടെ സന്തോഷങ്ങളായി കരുതാനും സ്നേഹിക്കാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് സ്വർഗത്തോളം ഉന്നതമായ ഒരു ആത്മാവ് നമുക്കുണ്ടാകട്ടെ, ദൈവികതയുടെ കൃപയുള്ള ഒരു ആത്മാവ് നമുക്കുണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളോടൊപ്പം, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം, നമ്മുടെ അയൽവക്കക്കാരോടൊപ്പം നമുക്ക് സന്തോഷിക്കാൻ കഴിയും. മൂന്നാമതായിട്ട്, ഇതാണ് ഈ സുവിശേഷത്തിൽ ഏറ്റവും വലിയ കൃപയുടെ വചനം. എന്താണ്? ഈ പേരിടൽ കർമ്മം. അതൊരു പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ. അമ്മയോട് ചോദിച്ചു, അപ്പൻ ഊമനാണ്, അതുകൊണ്ട് തന്നെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് പേരിടണം? തലമുറകളോടും കൈമാറ്റം ചെയ്യപ്പെടുന്ന പേരാണ് സാധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. എന്നാൽ അമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് പേരാണ് ഇടുന്നത്? അമ്മ ഉടനെ പറഞ്ഞു, കൈമാറ്റം ചെയ്യപ്പെടുന്ന പേര് ഇവന് വേണ്ട, മറിച്ച് ഇവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കും. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കാരുണ്യമേ എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? കാരണം തലമുറകളോടും കൈമാറ്റം ചെയ്യപ്പെടുന്ന നാമമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന നാമമാണ് ഈ കുഞ്ഞിന് വേണ്ടത്. പക്ഷെ അമ്മ പറഞ്ഞല്ല, ഈ കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കും. അപ്പോൾ അവർക്ക് സംശയമുണ്ടായി. അങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പനോട് ചോദിക്കാൻ പറ്റില്ല, അപ്പൻ ഓമനാണ്. അപ്പനോട് ആംഗ്യം കാണിച്ചു ചോദിച്ചു, കുഞ്ഞിന് എന്ത് പേരിടണം? പലക കൊണ്ട് കൊടുത്തു. പലകയിൽ അപ്പനും ഇങ്ങനെ എഴുതി, കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത്. ഇതാണ് ഈ അപ്പൻ്റെയും അമ്മയുടെയും ദൈവവിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. ഇതാണ് ഈ അപ്പൻ്റെയും അമ്മയുടെയും കരുണയുടെ ബോധമെന്ന് പറയുന്നത്. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കരുണയുള്ള കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു അപ്പനും അമ്മയുമാണ് രണ്ടുപേരും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാത്ത നാമങ്ങൾ രണ്ടുപേരുടെയും അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. എൻ്റെ കുഞ്ഞ് അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഭാര്യയുടെ മനസ്സ് മനസ്സിലാക്കുവാനും ഭർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ബോധ്യങ്ങളിൽ ജീവിക്കുവാനും കഴിഞ്ഞ ഒരപ്പനും അമ്മയുമാണ് അവർ എഴുതിയത്. എൻ്റെ കുഞ്ഞിൻ്റെ പേര് കരുണ എന്നായിരിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ പേര് ദൈവത്തിൻ്റെ കരുണ എന്നായിരിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇതാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും ഭാഗ്യപ്പെട്ട കുഞ്ഞ്. കാരണം അപ്പനും അമ്മയും പരസ്പരം ഹൃദയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നവർ. അപ്പനും അമ്മയും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ബോധ്യമുള്ള അപ്പനും അമ്മയും, ദൈവനീതിയിൽ ജീവിക്കുന്ന അപ്പനും അമ്മയും. അതുകൊണ്ടാണ് കുഞ്ഞിന് ദൈവത്തിൻ്റെ കരുണ എന്ന് അവർക്ക് പേരിടാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ കരുണയല്ലേ? ഈ ആയുസ് ദൈവത്തിൻ്റെ കരുണയല്ലേ? ഈ ബുദ്ധിയും ബോധവും ഒക്കെ ദൈവത്തിൻ്റെ കരുണയല്ലേ? ഈ കരങ്ങളും കൈകളും കാലുകളും ഒക്കെ അനങ്ങുന്നത് ദൈവത്തിൻ്റെ കരുണയല്ലേ? ഉടനെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം? ദൈവത്തിൻ്റെ കരുണയാണ് എൻ്റെ കുഞ്ഞ് എന്ന് തിരിച്ചറിഞ്ഞ ഈ അപ്പൻ്റെ നാവിൻ്റെ കെട്ടുകൾ ദൈവം അപ്പോൾ അഴിച്ചു എന്ന് പറഞ്ഞു. അന്ന് വരെ സംസാരിക്കാതിരുന്ന ഊമനായിരുന്ന ഈ അപ്പൻ ഈ നാമം എപ്പോൾ എഴുതിയോ അപ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു, അവൻ സംസാരിക്കാൻ ആരംഭിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെയും ചില കെട്ടുകൾ കിടക്കാൻ കാരണം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ കുടുംബങ്ങളിലും ഐശ്വര്യമുണ്ടാകാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ അഹങ്കാരത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്, എളിമയില്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ധ്യാനിക്കാം, ദൈവമേ, എൻ്റെ ജീവിതം നിൻ്റെ കരുണയാണ്, എൻ്റെ മക്കൾ നിൻ്റെ കരുണയാണ്, എൻ്റെ ജീവിത പങ്കാളി നിൻ്റെ കരുണയാണ്. അപ്പോൾ പരസ്പരം മനസ്സുകളെ കൈമാറ്റം ചെയ്യാൻ പറ്റും. അപ്പൻ എന്താഗ്രഹിക്കുന്നുവോ മക്കൾക്കും ജീവിത പങ്കാളിക്കും മനസ്സിലാകും. അമ്മ എന്താഗ്രഹിക്കുന്നുവോ ജീവിത പങ്കാളിക്കും മക്കൾക്ക് മനസ്സിലാകും. പരസ്പരം മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് സാധിക്കും. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഐശ്വര്യങ്ങളായിത്തീരുന്നത്. നമ്മളൊക്കെ രാവിലെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഈ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നോക്കുന്നൊരു പരിപാടിയില്ലേ? മുഖമൊക്കെ മിനുക്കി, മുടിയൊക്കെ ഈരി, മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഞാൻ എത്ര സുന്ദരനാണ്, സുന്ദരിയാണ്, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുന്നൊരു പരിപാടിയില്ലേ? നല്ലതാണ്. അതിനൊക്കെ ഒടുവിൽ ആ കണ്ണാടിയിൽ നോക്കി നമ്മളൊന്ന് പറയണം, യോഹന്നാനെ എന്നൊന്ന് വിളിക്കണം. എന്താണ് അതിൻ്റെ പേര്? ദൈവത്തിൻ്റെ കരുണയെന്നതാണ്. യോഹന്നാനെ, ദാ ഞാൻ ദൈവത്തിൻ്റെ കരുണയാണെന്ന് ആ കണ്ണാടിയിൽ നോക്കി എന്നെ തന്നെ ഒന്ന് വിശേഷിപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.